Hi everyone, it's me Rashid. Welcome to my income tax class. As you know, due to the implementation of GST, the last year onwards, the Calicut University has been changed its BCom tax paper. That means it has been split into two papers. Paper 1 in the students want to study in fifth semester, and the paper 2 the students want to study in sixth semester. The fifth semester paper is called the Income Tax Law and Practice. Then the sixth semester paper is called Income Tax and GST. ഇന്ന് ഞാൻ ഈ ക്ലാസ്സിലൂടെ വിശദീകരിക്കുന്നത് ബികോം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോമിന്റെ ഫിഫ്ത്ത് സെമസ്റ്റർ ഇൻകം ടാക്സ് ലോ ആൻഡ് പ്രാക്ടീസിനെ കുറിച്ചാണ്. കഴിഞ്ഞ വർഷം മുതൽ വിദ്യാർത്ഥികൾക്കറിയാം, കഴിഞ്ഞ വർഷം മുതൽ ബികോമിന് രണ്ട് പേപ്പറുകളാണ് ടാക്സുമായി ബന്ധപ്പെട്ടുള്ളത്. ഫിഫ്ത്ത് സെമസ്റ്ററിൽ ഒരു പേപ്പറും അതുപോലെ തന്നെ സിക്സ്ത് സെമസ്റ്ററിൽ ഒരു പേപ്പറും. ഫിഫ്ത്ത് സെമസ്റ്റർ പേപ്പർ ഈസ് കോൾഡ് ഇൻകം ടാക്സ് ലോ ആൻഡ് പ്രാക്ടീസ്. ഇൻകം ടാക്സ് ലോ ആൻഡ് പ്രാക്ടീസ് ആണ് ഫിഫ്ത്ത് സെമസ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ് സിക്സ്ത് സെമസ്റ്ററിൽ പഠിക്കാനുള്ളത്. The students have to acquire thorough knowledge about this fifth semester paper. Then only you will be able to understand the sixth semester paper. വിദ്യാർത്ഥികൾക്ക് കറക്റ്റായിട്ട് സിക്സ്ത് സെമസ്റ്റർ പേപ്പർ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമാണ് സിക്സ്ത് സെമസ്റ്റർ മനസ്സിലാവുകയുള്ളൂ. കാരണം ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ് സിക്സ്ത് സെമസ്റ്ററിൽ വരുന്നത്. ഇൻകം ടാക്സ് എന്ന് പറയുന്നത് മറ്റ് പേപ്പറുകൾ പോലെയല്ല, അക്കൗണ്ടൻസി പേപ്പറുകൾ പോലെയല്ല. അക്കൗണ്ടൻസിക്ക് അതിൻ്റെതായ റൂളുകളുണ്ട്. ഫോർ എക്സാമ്പിൾ, വെൻ അസറ്റ് ഇൻക്രീസസ് ഇറ്റ് ഷുഡ് ബി ഡെബിറ്റഡ്, വെൻ ലാബിലിറ്റി ഇൻക്രീസസ് ഇറ്റ് ഷുഡ് ബി ക്രെഡിറ്റഡ് എന്ന റൂളുകൾ നമ്മൾ പെട്ടെന്ന് ചേഞ്ച് വരുത്താത്ത റൂളുകളാണ്. എന്നാൽ ഇൻകം ടാക്സിന് അതത് ഇയർലി ഫിനാൻഷ്യൽ ഇയർ അനുസരിച്ച് അതിന് ടാക്സിന്റെ റൂളുകൾ മാറുന്നുണ്ട്, ടാക്സിന്റെ സ്ലാബുകൾ മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തിയറി കറക്റ്റാക്കി മനസ്സിലാക്കിയാൽ മാത്രമാണ് ഒരു ഇൻകം ടാക്സ് പേപ്പർ നമുക്ക് കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്യാൻ കഴിയുള്ളൂ. തിയറി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു 80% നമുക്ക് പ്രോബ്ലം മനസ്സിലാക്കാൻ പ്രശ്നങ്ങളില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 1/7/2020 മുതൽ 1/7/2020 മുതൽ ഇൻകം ടാക്സ് ആക്ടിൽ ഒരു അമെൻമെന്റ് വന്നതാണ്. 20 ലാക്ക് മുതൽ 1 ലക്ഷം വരെയുള്ള ബാങ്കിൽ നിന്ന് ഡെപ്പോസിറ്റിന് വിഡ്രോവലിന് 20 ലാക്ക് മുതൽ 1 ലക്ഷം വരെയുള്ള ബാങ്ക് വിഡ്രോവൽ, ഒരു വർഷത്തിൽ 20 ലക്ഷമോ അതിൽ കൂടുതലോ 1 crore വരെയുള്ള വിഡ്രോവലിന് 2% എന്ത് ചുമത്തുന്നുണ്ട്? ടാക്സ് ചുമത്തുന്നുണ്ട്. കഴിഞ്ഞ 3 വർഷമായിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല എങ്കിൽ 2% വരെ എമൗണ്ടിന് വിഡ്രോവലിന് ടാക്സ് ചുമത്തുന്നുണ്ട്. കോടിക്ക് മുകളിലാണെങ്കിൽ 5% ടാക്സ് ചുമത്തുന്നത്. ഇടയ്ക്കിടയ്ക്കുള്ള ചേഞ്ചുകൾ ഇതിലുണ്ടാവും. തിയറി അറിയൽ നമുക്ക് നിർബന്ധമാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കുള്ള ചേഞ്ചുകൾ നമ്മൾ ഇൻകം ടാക്സിൽ ഉണ്ടാവും. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് തിയറി കറക്റ്റാക്കി മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും ഇൻകം ടാക്സ്. ഫസ്റ്റ് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ തിയറി തറോലി. തിയറി കറക്റ്റായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇൻകം ടാക്സ് എളുപ്പം പഠിക്കാനുള്ള ഏക വഴി എന്ന് പറയുന്നത്. നമുക്ക് ഫിഫ്ത്ത് സെമസ്റ്ററിലെ ഇൻകം ടാക്സ് ലോ ആൻഡ് പ്രാക്ടീസിലെ ഫസ്റ്റ് ലെസണിലേക്ക് വരാം. ഇൻകം ടാക്സ് എന്താ എന്ന് മനസ്സിലാക്കുന്നതിന് മുന്നേ നമുക്ക് ടാക്സ് എന്താണെന്ന് മനസ്സിലാക്കണം. ടാക്സ് എന്നാണ് ഇന്ത്യയിൽ വന്ന് എന്നറിയണം. ഇൻ ഇന്ത്യ, ദ ഇൻകം ടാക്സ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഇയർ 1860 ബൈ സർ ജെയിംസ് വിൽസൺ ഇൻ ഓർഡർ ടു മീറ്റ് ഇറ്റ്സ് ലോസസ് സഫേർഡ് ബൈ ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് on accounts of the military immunity of 1857. Thereafter, several amendments were made from time to time. ഇന്ത്യയിൽ ഇൻകം ടാക്സ് ആദ്യമായി കൊണ്ടുവന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ് നമുക്കറിയാം. 1860 ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമര സമയത്ത് ഉണ്ടായ നഷ്ടങ്ങൾ നികത്തുന്നതിന് വേണ്ടിയാണ് ആദ്യമായി ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിൽ 1860 ഇൻകം ടാക്സ് കൊണ്ടുവരുന്നത്. അതിനുശേഷം ഇന്ത്യയിൽ പല സമരങ്ങളും അതിന്റെ പേരിൽ നടത്തപ്പെട്ടിട്ടുണ്ട്. എന്നിരുന്നാലും the government of India wanted a new act which is suitable for the Indian condition. Therefore, they appointed a committee. On the basis of recommendation of the committee, the Indian government passed Income Tax Act in 1961. This act came into existence with the effect from 1st April 1962 onwards. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇന്ത്യൻ ഗവൺമെന്റ് നമുക്ക് അനുകൂലമായ ഒരു ഇൻകം ടാക്സ് ആക്ട് വേണമെന്ന് കരുതുകയും അതിനുവേണ്ടി 2 കമ്മിറ്റിയെ തീരുമാനിക്കുകയും ആ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തതനുസരിച്ച് 1961 ഇന്ത്യയിൽ ഇൻകം ടാക്സ് ആദ്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നത്. അത് നടപ്പിലാക്കിയത് 1st April 1962 മുതൽ അത് നടപ്പിലാക്കുകയും ചെയ്തു. ഇപ്പോൾ ഉള്ളത് 1961 ആക്ട് അനുസരിച്ചുള്ള ഇൻകം ടാക്സ് ആണ് നമുക്കുള്ളത്. 1st April 1962 മുതൽ അത് ഇന്ത്യയിൽ എല്ലായിടത്തും ഇന്ത്യ ഒട്ടുക്കും അത് നടപ്പിലാക്കുകയും ചെയ്തു. ഇറ്റ് അപ്ലൈസ് ടു ദ ഹോൾ ഓഫ് ഇന്ത്യ ഓൺ 1st April 1962 onwards. ഇൻകം ടാക്സ് എന്താണെന്ന് അറിയുന്നതിന് മുന്നേ നമുക്ക് ടാക്സ് എന്താണെന്ന് അറിയാം. ലൈക്ക് എൻ ഇൻഡിവിജ്വൽ, ഗവൺമെന്റ് ഓൾസോ നീഡ്സ് ഫണ്ട് ഫോർ വേരിയസ് പർപ്പസ്. ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ആവശ്യമാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യം റൺ ചെയ്യുന്നത് ഗവൺമെന്റുകളാണ്.
ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയെ പോലെ തന്നെ ദേ നീഡ് ലോട്ട് ഓഫ് ഫണ്ട്സ്. അവർക്ക് ഫണ്ടുകൾ ആവശ്യമുണ്ട് ഫോർ സോഷ്യൽ ആൻഡ് ഹെൽത്ത് സർവീസ്, എഡ്യൂക്കേഷൻ, ലോ ആൻഡ് ഓർഡർ, ഡിഫൻസ്, ഇങ്ങനെ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ആവശ്യമായിട്ടുണ്ട്. ഈ ഫണ്ട് കണ്ടെത്തുന്നതിന് ഇൻകം ടാക്സ് പർപ്പസിൽ ഒരു കമ്പനി പോലെ തന്നെയാണ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. കാരണം അവർക്ക് കുറെ ഫണ്ടുകൾ ആവശ്യമുണ്ട്. ഈ ഫണ്ടുകൾ ഉപയോഗിച്ചാണ് അവിടുത്തെ ജനങ്ങൾക്ക് അവർക്ക് സേവനം ചെയ്യാൻ കഴിയുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ നമ്മൾ COVID-19 വന്നു, സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിലും ലോക്കൽ ഗവൺമെന്റ് ആണെങ്കിലും എല്ലാവരും സഹായങ്ങൾക്ക് മുന്നിട്ട് ഇറങ്ങിയിരുന്നു. ഈ സഹായങ്ങൾക്ക് സഹായിക്കണമെങ്കിൽ ദേ നീഡ് ലോട്ട് ഓഫ് ഫണ്ട്സ്. അവർക്ക് ഫണ്ട്സ് ആവശ്യമാണ്. ആ ഫണ്ട് കണ്ടെത്തുന്നത് മെയിൻ ആയിട്ടുള്ള സോഴ്സ് എന്ന് പറയുന്നത് ടാക്സ് ആണ്. ടാക്സ് ഈസ് എ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഓഫ് എ ഗവൺമെന്റ്. ഒരു ഗവൺമെന്റ് സംബന്ധിച്ചിടത്തോളം മെയിൻ റവന്യൂ ഓഫ് എ ടാക്സ് ഈസ് ദ മെയിൻ റവന്യൂ ഓഫ് എ ഗവൺമെന്റ്. അതുകൊണ്ട് തന്നെ ആ രാജ്യത്തെ ജനങ്ങൾ, ആ രാജ്യത്തിന്റെ ഗവൺമെന്റിന് നിലനിൽപ്പിന് വേണ്ടി ടാക്സ് അടക്കൽ നിർബന്ധമാണ്. അപ്പൊ നമ്മൾ ഈ രാജ്യത്ത് താമസിക്കുന്നതിന്, അതേപോലെ തന്നെ രാജ്യത്ത് ബിസിനസ് നടത്തുന്നതിന് നമ്മൾ ഗവൺമെന്റിലേക്ക് ടാക്സ് അടക്കേണ്ടി വരും. ടാക്സ് മീൻസ് ഇറ്റ് ഈസ് എ കമ്പൽസറി എക്സ്ട്രാക്ഷൻ ഓഫ് എ മണി ബൈ ദ ഗവൺമെന്റ് ഫ്രം ദ പീപ്പിൾ. It is a mandatory liability of every citizen of a country. It is a duty of the person to pay the tax. It is the right of the government to levy the tax. Generally, the tax imposed by central government, state government, local authority. സാധാരണ ടാക്സുകൾ ചുമത്തുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആവാം, സ്റ്റേറ്റ് ഗവൺമെന്റ് ആവാം, അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റി. ലോക്കൽ അതോറിറ്റി മീൻസ് മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പഞ്ചായത്ത് പോലെ സ്ഥാപനങ്ങളാവാം ടാക്സ് ചുമത്തുന്നത്. അതോ ടാക്സ് എന്ന് പറയുന്നത് ജനങ്ങളിൽ നിന്ന് ഗവൺമെന്റ് നിർബന്ധമായും വാങ്ങിക്കേണ്ട തുകയെ പറയുന്ന പേരാണ് ടാക്സ് എന്ന് പറയുന്നത്. കാരണം ഗവൺമെന്റ് നടത്തിപ്പിന് ടാക്സ് നൽകിയേ മതിയാവും. അപ്പോൾ ഇറ്റ് ഈസ് എ കമ്പൽസറി എക്സ്ട്രാക്ഷൻ ഓഫ് മണി ബൈ ദ ഗവൺമെന്റ് ഫ്രം ദ പീപ്പിൾ. ഗവൺമെന്റ് വ്യക്തികളിൽ നിന്ന്, അതത് രാജ്യത്തെ വ്യക്തികളിൽ നിന്ന് ഗവൺമെന്റ് മനഃപൂർവ്വം നിർബന്ധമായും വാങ്ങിക്കേണ്ട തുകയാണ് ടാക്സ് എന്ന് പറയുന്നത്. ടാക്സ് അടക്കൽ ഓരോ പൗരന്റെയും ബാധ്യത. ഇറ്റ് ഈസ് എ ഡ്യൂട്ടി ഓഫ് എ പേഴ്സൺ ടു പേ ടാക്സ്. ഇറ്റ് ഈസ് ദ റൈറ്റ് ഓഫ് എ ഗവൺമെന്റ് ടു ലൈവ് ടാക്സ്. ടാക്സ് വാങ്ങിക്കുക എന്നുള്ളത് ഗവൺമെന്റ് അവകാശമാണ്. ടാക്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ടു. ദറ്റ് മീൻസ് ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ്. ടാക്സിനെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഡയറക്റ്റ് ടാക്സ് ഉണ്ട്, ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ട്. വാട്ട് ഈസ് ഡയറക്റ്റ് ടാക്സ്? എന്താണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ? Direct tax means the liability to pay tax and the actual payment of the tax is on the same person. That is called direct person. Direct tax. That means when a taxpayer pay the tax directly to the government, that is called direct tax. The tax അടയ്ക്കേണ്ട വ്യക്തി തന്നെ, അഥവാ ടാക്സ് അടയ്ക്കേണ്ട വ്യക്തി തന്നെ ഗവൺമെന്റിലേക്ക് ഡയറക്റ്റ് നേരിട്ട് ടാക്സ് അടയ്ക്കുമ്പോൾ അതിനെ പറയുന്ന പേരാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ദറ്റ് മീൻസ് ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥനായ വ്യക്തിയും ടാക്സ് അടയ്ക്കുന്ന വ്യക്തിയും ഒന്ന് തന്നെയാണെങ്കിൽ ദറ്റ് ഈസ് കോൾഡ് ഡയറക്റ്റ് ടാക്സ്. ഫോർ എക്സാമ്പിൾ ഇൻകം ടാക്സ്, വെൽത്ത് ടാക്സ്, ബിൽഡിംഗ് ടാക്സ്, ഇതൊക്കെ ഡയറക്റ്റ് ടാക്സുകളാണ്. ഇൻകം ടാക്സ് ഏത് വ്യക്തിയാണോ ഇൻകം ഉള്ളത് ആ വ്യക്തി, കഴിഞ്ഞ റൂൾ അനുസരിച്ച് 2,50,000 മുകളിൽ വരുമാനമുള്ള ഓരോ വ്യക്തിയും ആ നിശ്ചിത റേറ്റ് ഗവൺമെന്റിലേക്ക് ടാക്സ് അടക്കണം. അത് ആ വ്യക്തി, ഏത് വ്യക്തിക്കാണല്ലോ ആ വ്യക്തി തന്നെയാണ് അടയ്ക്കേണ്ടത്. ദറ്റ് ഈസ് കോൾഡ് ഡയറക്റ്റ് ടാക്സ്. നമ്മൾ വില്ലേജിൽ നികുതി അടയ്ക്കുന്നുണ്ട്, അത് ഡയറക്റ്റ് ടാക്സ് ആണ്. ബിൽഡിംഗ് ടാക്സ് പഞ്ചായത്തിൽ കൊണ്ടുപോയി അടയ്ക്കുന്നുണ്ട്, അത് ഡയറക്റ്റ് ടാക്സ് ആണ്. ഏത് വ്യക്തിയാണ് അടയ്ക്കുന്നത്? ദ ടാക്സ് പെയർ pay tax directly to the government, that is called direct tax. Then what is indirect tax? Indirect tax means the tax burden is one person, but actually it is suffered by the another person, that is called indirect tax. ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥനായ വ്യക്തിയും ടാക്സ് അടയ്ക്കുന്ന വ്യക്തിയും രണ്ടും രണ്ടാണെങ്കിൽ ദറ്റ് ഈസ് കോൾഡ് ഇൻഡയറക്റ്റ് ടാക്സ്. ദറ്റ് മീൻസ് വെൻ എ ടാക്സ് പെയർ pay the tax to the government through intermediaries, that is called indirect tax. For example, GST. GST is an indirect tax. ഫോർ എക്സാമ്പിൾ, നമ്മൾ കടയിൽ നിന്ന് ഒരു സാധനം വാങ്ങിക്കുന്നു, ഒരു സോപ്പ് വാങ്ങിക്കുന്നു. ആ സോപ്പ് 20 രൂപയുടെ ഒരു സോപ്പ് വാങ്ങിക്കുമ്പോൾ നമ്മൾ ആ ടാക്സ്, സോപ്പിന് എന്ത് കൊടുക്കുന്നുണ്ട്? ടാക്സ് കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് വാങ്ങിക്കുന്നത്? സോപ്പ് വാങ്ങിക്കുന്നത്. നമ്മൾ ഡയറക്റ്റ് ആർക്ക് കൊടുക്കുന്നില്ല? ഗവൺമെന്റിന് കൊടുക്കുന്നില്ല. ആരാണ് കൊടുക്കുന്നത്? കടക്കാരനാണ് എന്ത് ചെയ്യുന്നത്? ഗവൺമെന്റിലേക്ക് ടാക്സ് അടയ്ക്കുന്നത്. ദറ്റ് ഈസ് കോൾഡ് ഇൻഡയറക്റ്റ് ടാക്സ്. GST is an example of indirect tax. Customs duty, service tax, octroi, VAT, excise duty, luxury tax, these are the example of indirect tax. These tax are replaced by GST now. ഇത്തരത്തിലുള്ള ഇൻഡയറക്റ്റ് ടാക്സുകളെല്ലാം കൂടിയാണ് എന്തായിരിക്കുന്നത്? ഇപ്പോൾ GST നമ്മൾ പറയുന്ന ഇപ്പോൾ ഗുഡ് സർവീസ് ടാക്സ് ആയി മാറിയിരിക്കുന്നത്. ഈ ലെസണിൽ വരുന്ന ടാക്സുമായി ബന്ധപ്പെട്ട ചില ടേംസുകളുണ്ട്, അത് നമുക്ക് പഠിക്കാം ഇനി. ഫസ്റ്റ് വൺ, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ്, CBDT. CBDT is the supreme authority of income tax in India. It is the apex body of income tax department. It performs various administrative and statutory functions. ഇന്ത്യയിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അപ്പെക്സ് അതോറിറ്റി എന്ന് പറയുന്നത് CBDT ആണ്. നമ്മൾ ബാങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പോലെ, ഷെയറിൽ സെബി എന്ന് പറയുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പോലെ,
ഇൻകം ടാക്സിൽ അപ്പെക്സ് അതോറിറ്റി എന്ന് പറയുന്നത് ഗവൺമെന്റ് അണ്ടറിൽ വരുന്ന സെൻട്രൽ ഗവൺമെന്റ് അണ്ടറിൽ വരുന്ന CBDT ആണ്, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ്. നെക്സ്റ്റ് ടേം ആണ് അസസ്മെന്റ് ഇയർ. ടാക്സിൽ അസസ്മെന്റ് ഇയർ, പ്രീവിയസ് ഇയർ, ഇങ്ങനെ 2 ഇയറുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത് 2020-2021 ആണ്. അത് 2020 ഏപ്രിൽ തുടങ്ങി 2021 മാർച്ചിൽ അവസാനിക്കുന്നതാണ് നമ്മുടെ അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത്. നമ്മൾ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 2019 ഫസ്റ്റ് ഏപ്രിൽ മുതൽ 2020 മാർച്ച് വരെയുള്ളതാണ് നിങ്ങളുടെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. അസസ്മെന്റ് ഇയർ, പ്രീവിയസ് ഇയർ. അസസ്മെന്റ് ഇയർ മീൻസ് ഇറ്റ് ഈസ് ദ ഇയർ ഇൻ വിച്ച് the assessment is made on the income of a previous year. It is the period of 12 months commencing from 1st April of every year. It is also called financial year. The financial year ആണ് അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ അസസ്മെന്റ് എന്ന് പറയുന്നത് 2020 ഏപ്രിൽ തുടങ്ങി 2021 അവസാനിക്കുന്ന ഫിനാൻഷ്യൽ ഇയർ ആണ് നമ്മുടെ അസസ്മെന്റ് ഇയർ. ഈ വർഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടത്. കഴിഞ്ഞ പ്രീവിയസ് ഇയറിന്റെ ടാക്സ് അടയ്ക്കുക നമ്മൾ ഈ വർഷമാണ്. അഥവാ 2019 ഏപ്രിൽ മുതൽ 2020 മാർച്ച് വരെയുള്ള പ്രീവിയസ് ഇയറിന്റെ ടാക്സ് നമ്മൾ അടയ്ക്കേണ്ടത് ഈ വർഷമാണ്. ഈ വർഷത്തെ പറയുന്ന പേരാണ്, അസസ്മെന്റ് കണക്കാക്കുന്ന വർഷത്തെ പറയുന്ന പേരാണ് ദിസ് ഈസ് കോൾഡ് അസസ്മെന്റ് ഇയർ. ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ ഇയർ. അത് വർഷത്തെ ഫിനാൻഷ്യൽ ഇയറിനെ പറയുന്ന പേരാണ് അസസ്മെന്റ് ഇയർ. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് പ്രീവിയസ് ഇയർ. ഇറ്റ് ഈസ് ദ ഇയർ ഇൻ വിച്ച് ഇൻകം ഈസ് ജനറേറ്റഡ്. ഏത് വർഷമാണോ നമുക്ക് വരുമാനം ഉണ്ടാവുന്നത് ആ വർഷത്തെ പറയുന്ന പേരാണ് പ്രീവിയസ് ഇയർ. അഥവാ 2019 ഏപ്രിൽ മുതൽ 2020 മാർച്ച് വരെ ഉണ്ടായ ഇൻകത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വർഷം ടാക്സ് അടയ്ക്കേണ്ടത്. അപ്പൊ കഴിഞ്ഞ വർഷത്തെ അഥവാ ആ ഇൻകം ജനറേറ്റ് ചെയ്ത വർഷത്തെ പറയുന്ന പേരാണ് പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയർ ഈസ് ഓൾസോ ഇസ് എ ഫിനാൻഷ്യൽ ഇയർ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദ അസസ്മെന്റ് ഇയർ. ഫിനാൻഷ്യൽ ഇയറിന്റെ അസസ്മെന്റ് ഇയറിന് തൊട്ട് മുന്നത്തെ വർഷത്തെ പറയുന്ന പേരാണ് പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. കാരണം പ്രീവിയസ് ഇയറിലെ ടാക്സ് ആണ് നമ്മൾ അസസ്മെന്റ് ഇയറിൽ കൊടുക്കുക. നിങ്ങളുടെ പ്രീവിയസ് ഇയർ ഏതായിരിക്കും? 2019 ഫസ്റ്റ് ഏപ്രിൽ 2019 ടു 31 മാർച്ച് 2020. നെക്സ്റ്റ് പേഴ്സൺ. ഇൻകം ടാക്സിൽ പേഴ്സൺ എന്ന് പറയുന്നതാവാം ഒരു വ്യക്തിയാവാം, കുറെ വ്യക്തികളാവാം. നമ്മളെ സംബന്ധിച്ച് പേഴ്സൺ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീയിങ്, അത്രയേ ഉള്ളൂ. പക്ഷെ ഇൻകം ടാക്സിൽ പേഴ്സൺ എന്ന് പറയുന്ന കറക്റ്റുമായിട്ട് പറയുന്നുണ്ട് ആൻ ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിയാവാം, ആൻ HUF അല്ലെങ്കിൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആവാം, അതല്ലെങ്കിൽ എ കമ്പനി, ഒരു കമ്പനി ആവാം, എ ഫേം, ഒരു ഫേം ആവാം, പാർട്ണർഷിപ്പ് ഫേം ആവാം, അല്ലെങ്കിൽ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആവാം, ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ ആവാം, ലോക്കൽ അതോറിറ്റി ഓർ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ ആവാം. ഫോർ എക്സാമ്പിൾ യൂണിവേഴ്സിറ്റി, കോർപ്പറേഷൻസ്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എക്സെട്ര. അപ്പോൾ പേഴ്സൺ എന്ന് പറയുന്നത് ഇവരെല്ലാം പെട്ടു. ഇൻകം ടാക്സിൽ പേഴ്സൺ എന്ന് പറയുന്നതിൽ ഈ വ്യക്തികളെല്ലാം പെട്ടു. ഇൻഡിവിജ്വൽ ആവാം, HUF ആവാം, കമ്പനി ആവാം, ഫേം ആവാം, ലോക്കൽ അതോറിറ്റി ആവാം, ബോഡി ഓഫ് ഇൻഡിവിജ്വൽ ഓർ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആവാം, ഓർ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ ആവാം. ദാറ്റ് മീൻസ് ഐജോൾ, യൂണിവേഴ്സിറ്റി, പബ്ലിക് കോർപ്പറേഷൻ എക്സെട്ര. ഇതുവരെ എടുത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്യാം. ഹിസ്റ്ററി, ടാക്സിന്റെ ഹിസ്റ്ററി പറഞ്ഞു, വാട്ട് ഈസ് ടാക്സ്, ടൈപ്സ് ഓഫ് ടാക്സ് പറഞ്ഞു, ഇൻകം ടാക്സ് എന്താന്ന് പറഞ്ഞു, അതിൽ ഉപയോഗിക്കുന്ന ടേംസ് ചില കാര്യങ്ങൾ നമ്മളോട് ചർച്ച ചെയ്തു. ഇനി നെക്സ്റ്റ് ടേംസുകൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. BCom 5th സെമസ്റ്ററിലെ ഇൻകം ടാക്സ് ലോ ആൻഡ് പ്രാക്ടീസിലെ ചില ടോപ്പിക്കുകൾ നമ്മൾ ഇപ്പോൾ ഇവിടെ കവർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നെക്സ്റ്റ് ടോപ്പിക്കുമായി നെക്സ്റ്റ് ക്ലാസ്സിൽ വരാം. ഓക്കെ, ബൈ, താങ്ക് യു.